ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഉള്ളിലേഹ്യമാണ്. ഉള്ളിലേഹ്യം എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടിയെത്തുന്നത് പ്രസവാനന്തരം കഴിക്കുന്നതല്ലേ, ഇത് പെൺകുട്ടികൾ മാത്രം കഴിക്കുന്നതല്ലേ എന്നൊക്കെയാണ്. പക്ഷേ അല്ല, ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കി കഴിക്കാവുന്ന ഒരു ലേഹ്യമാണിത്. ഇത് കഴിക്കുന്നത് കൊണ്ട് നമുക്ക് നമ്മുടെ ആ ഒരു വിളർച്ചയും ആ ഒരു ക്ഷീണവും എല്ലാം മാറുന്നതിനും ബ്ലഡൊക്കെ കുറവുള്ളവർക്ക് അതൊന്ന് കൂടുന്നതിനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ലേഹ്യമാണ് കേട്ടോ. നമ്മളിതിൽ ചുവന്നുള്ളിയാണ് മെയിനായിട്ട് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിന്നിവിടെ അര കിലോ ചുവന്നുള്ളി തൊലിയെല്ലാം കളഞ്ഞ് നന്നായി കഴുകി ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ വേണ്ടത് നാളികേരപ്പാലാണ്. ഒന്നാം പാല്, നല്ല കട്ടിയുള്ള ഒന്നാം പാല്, പിന്നെ രണ്ടാം പാല്, മൂന്നാം പാല്, കട്ടി കുറഞ്ഞ മൂന്നാം പാല്, ഇത്രയും എടുത്ത് മാറ്റി വയ്ക്കുക. ഇനി ഒരു കുക്കർ എടുത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചുവന്നുള്ളി മുഴുവനായിട്ടും കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കട്ടി കുറഞ്ഞ മൂന്നാം പാല്, നാളികേരം പാല് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇനി ഈ നാളികേരപ്പാലിൽ ഈ മൂന്നാം പാലിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഈ ചുവന്നുള്ളി വേവിച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് കുക്കർ അടച്ച് ഒരു 2 വിസിൽ വരുന്നത് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിലാണ് തീ വയ്ക്കുന്നത്. എന്നിട്ട് നമുക്ക് 2 വിസിൽ വരുന്നത് വരെ ഇത് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് അത് ഉടഞ്ഞു വരും. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്ന ഒരു സംഭവമാണ് കേട്ടോ ചുവന്നുള്ളി. പിന്നെ നമ്മൾ കട്ട് ചെയ്യുകയും കൂടി ചെയ്ത് കാരണം നന്നായിട്ട് ഉടഞ്ഞു കിട്ടും. ആ ഒരു സമയം കൊണ്ട് നമുക്കൊരു പാനിലേക്ക് നമുക്ക് ഈ ഒരു ലേഹ്യത്തിലേക്ക് ആവശ്യമായിട്ടുള്ള മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ശർക്കര കുറച്ച് നല്ലൊരു മധുരം ഉണ്ടാക്കിയിട്ട് വെച്ചിട്ട് കുറച്ച് ശർക്കരയും അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് നല്ലതുപോലെ ഒന്ന് മെൽറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. ചൂടാറിയതിനു ശേഷം അതൊന്ന് അരിച്ചെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഓരോരുത്തരെയും എന്തോരം മധുരം വേണം എന്നുള്ളതിനനുസരിച്ചിട്ട് ശർക്കര എടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ചുവന്നുള്ളി വെന്തിട്ട് 2 വിസിൽ അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം. അതിൻ്റെ പ്രഷറെല്ലാം പോയതിനു ശേഷം നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്യാം കേട്ടോ. അപ്പോൾ പ്രഷറൊക്കെ പോയി. നമുക്കിനി കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കാം. ചുവന്നുള്ളിയൊക്കെ നന്നായിട്ട് മൂന്നാം പാലിൽ കിടന്ന് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നല്ല അടി കട്ടിയുള്ള ഒരു പാത്രം എടുക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നെയ്യ് ഞാനൊരു 1.5 ടേബിൾ സ്പൂണോളം നെയ്യാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ആ ചുവന്നുള്ളിയും ആ വെള്ളവും എല്ലാം ചേർത്ത് ഈ നെയ്യിൽ ഇതൊന്ന് ഇളക്കി ആ വെള്ളം കുറച്ചൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് ഞാൻ തീ വെച്ചിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കാം. ഒത്തിരി ഡ്രൈ ആക്കി എടുക്കണ്ട, ഒന്ന് നല്ലതുപോലെ ആ വെള്ളം ഒന്ന് വറ്റി വന്നാൽ മതി. എന്നിട്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള രണ്ടാം പാല്, നാളികേരപ്പാലിൻ്റെ രണ്ടാം പാല് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ തീ വെച്ചിട്ട് നമുക്കിത് ഇളക്കി കൊടുത്ത് കുറച്ചൊന്ന് അതൊന്ന് വറ്റിച്ചെടുക്കണം. ആ രണ്ടാം പാലിലും കൂടി കിടന്നിട്ട് ആ ചുവന്നുള്ളി നന്നായി ആ പാലൊക്കെ പിടിച്ച് ഒന്ന് കുറുകി ചെറുതായി ഒന്ന് വറ്റി വരണം. ഇപ്പോൾ രണ്ടാം പാൽ ഒഴിച്ച് ഇളക്കി ചെറുതായി ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മൾ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുക്കാം. അപ്പോൾ എന്തോരം മധുരം വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ശർക്കര ചേർത്ത് കൊടുക്കുക, മെൽറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ. ആ ശർക്കര നന്നായിട്ട് അതിൽ പിടിച്ച് കിട്ടണം. അങ്ങനെ നന്നായി ഇളക്കി കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് തീ വെച്ചിട്ടുള്ളത്. പക്ഷേ ഇളക്കാതെ ഇരിക്കരുത്, ആ പടി പിടിക്കുകയൊക്കെ ചെയ്യും. പടി പിടിക്കാതിരിക്കാനായിട്ട് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അങ്ങനെ ഇളക്കി കൊടുത്ത് അതിലത്തെ ആ തേങ്ങാപ്പാലൊക്കെ ഒന്ന് വറ്റി ഇതുപോലെ ഒന്ന് ചെറുതായി ഒന്ന് കുറുകി വരും. ഇതുപോലെ ഇങ്ങനെ കുറുകി വന്ന സമയത്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള നല്ല കട്ടിയുള്ള നാളികേരപ്പാലുണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നാളികേരപ്പാലും ആ ശർക്കരയും ഒക്കെ ചേർന്നിട്ട് ഒരു പ്രത്യേക ടേസ്റ്റാണിത്. കുട്ടികളൊക്കെ നന്നായിട്ട് ഇങ്ങനെ വാരി കോരി കഴിക്കും കേട്ടോ. അത്രയും ടേസ്റ്റാണ് ഈ ഒരു ലേഹ്യം എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ പലരും ഈന്തപ്പഴവും അതുപോലെ കുറച്ച് നല്ല ജീരകമൊക്കെ പൊടിച്ച് ചേർത്ത് കൊടുക്കാറുണ്ട്. അങ്ങനെ പൊടിച്ച് ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളുടെ ഒന്നാം പാലും കൂടി ചേർത്ത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അത് നന്നായിട്ട് ഇളക്കി അത് ഡ്രൈ ആയി ഒന്ന് എന്താ പറയുക, കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരുന്ന ഒരു പരുവം വരും. അതാണ് നമ്മുടെ ഈ ഒരു ലേഹ്യത്തിൻ്റെ പാകം എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഒത്തിരി അങ്ങോട്ട് ഡ്രൈ ആക്കി എടുക്കുന്നില്ല, ചെറുതായി ഒരു ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ തന്നെയാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നന്നായിട്ട് ഒന്നുകൂടി വറ്റിച്ച് അതിങ്ങനെ ഒന്ന് കട്ടിയായ പരുവത്തിലാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ലേഹ്യം എന്ന് പറയുന്നത് സംഭവം സെറ്റായിട്ടുണ്ട്. ഇനി നന്നായിട്ട് തണുത്തതിന് ശേഷം വെള്ളം നനവൊന്നും ഇല്ലാത്ത ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലാക്കി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. ചുവന്നുള്ളിയും അതുപോലെ നാളികേരപ്പാലൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് ഒത്തിരി നാളൊന്നും നമുക്കിത് സൂക്ഷിച്ച് വെക്കാൻ പറ്റില്ല. അതുപോലെ പുറത്ത് വെച്ചാലും പെട്ടെന്ന് കേടായി പോകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ, പൂത്ത് പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ വെക്കണം. പിന്നെ നമ്മളിത് ഓരോ പ്രാവശ്യം എടുക്കുമ്പോഴും സ്പൂണ് കഴുകി തുടച്ച് വെള്ളം നനവ് ഒട്ടും ഇല്ലാതെ വേണം എടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ രാവിലെയും വൈകിട്ടും രാത്രിയും ഓരോ സ്പൂണ് വീതം കഴിക്കുന്നത് വളരെ നല്ലതാണ്.
നമ്മൾ ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ വെള്ളം നനവൊന്നും ഇല്ലാതെ നമ്മൾ ക്ലിയർ ആയിട്ട് ഇത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 1 മാസത്തോളമൊക്കെ നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ പ്രസവം കഴിഞ്ഞവരെ, പ്രസവം കഴിയാത്തവരെ, അതുപോലെ ആൺകുട്ടികൾ, പെൺകുട്ടികൾ, അങ്ങനെയുള്ള ഒരു വേർതിരിവുമില്ല. ആർക്ക് വേണമെങ്കിലും ഇപ്പോൾ വിളർച്ചയുള്ളവർക്കായാലും അല്ലാത്തവർക്കായാലും ഒക്കെ ഉണ്ടാക്കി കഴിക്കാനായിട്ട് അടിപൊളി ഒരു ലേഹ്യമാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയാം. താങ്ക്